ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെറ്റിൻ്റെ ഒരു സ്കേർട്ട് കട്ട് ചെയ്താലോ? ഒരു ചെറിയ കൊച്ചിനുള്ള സ്കേർട്ടാണ്. അപ്പോൾ ഒരു 20 ഇഞ്ച് 18 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു 20 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിത് കട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് 3 മീറ്റർ തുണിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിതേ തേര് ഭാഗമാണ് ഇത് ഇങ്ങനെ മടക്കിയെടുക്കുന്നത് 20 ഇഞ്ച് വീതിയിൽ. അപ്പോൾ നമ്മളിത് ഒരു 6 പീസാക്കിയിട്ട് മടക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നല്ല തിക്കിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താണ് ഇത് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് നെറ്റാണ്, അടിയിൽ സാറ്റനും കൊടുത്ത് ലൈനിങ്ങും കൊടുത്ത് ചെയ്യാനാണിത്. ഇപ്പോൾ ഇത് 20 ഇഞ്ചിൽ ഒരു 6 പീസായിട്ട് മടക്കി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഈ 6 പീസും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ അത് ജോയിൻ്റ് ചെയ്തിട്ട് ഓരോ പീസും ജോയിൻ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം കറക്റ്റാക്കി വച്ചില്ലെങ്കിൽ നെറ്റാവുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ആദ്യം തന്നെ ബാലൻസുള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. ഇനി നമുക്ക് ഇത് എല്ലാം കറക്റ്റാക്കി മടക്കി വെച്ചിട്ട് 6 പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തേര് ഭാഗത്താണ് ഈ 20 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തേക്കണേ കേട്ടോ. എന്നിട്ട് ഈ തേര് ഭാഗം അങ്ങനെ 20 ഇഞ്ച് രീതിയിൽ 6 പീസാക്കിയിട്ട് മടക്കിയിട്ടേക്കാണ്. ഇതേ നമുക്കിതിൻ്റെ അറ്റങ്ങളൊക്കെ ലെവലാക്കി എടുക്കാം. ഞാനത് കട്ട് ചെയ്ത് 6 പീസ് എടുത്തിട്ടാണ്. ഇനി നമുക്കിത് ഓരോന്നും ജോയിൻ്റ് ചെയ്ത് എടുക്കാം. ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ആദ്യം തന്നെ ഒരു ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഫ്ലീറ്റിനെ നമ്മൾ തിക്കാക്കി കൊടുത്തിട്ടാണ് ഇത് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തിക്കായി വരണമെങ്കിൽ പിന്നെ ഇതിൻ്റെ അരവണ്ണം 20 ഇഞ്ച് അരവണ്ണം ഉള്ളൂ, ചെറിയ കൊച്ചാണ്. അപ്പോൾ ഇത്രയും തുണി നമ്മൾ നന്നായിട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആണ് നന്നായിട്ട് സ്കേർട്ട് നല്ല പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യാനാണ് കേട്ടോ ഒരു കസ്റ്റമർ പറഞ്ഞേക്കണം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പും ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ സ്കേർട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ എല്ലാ പീസുകളും ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ തേരുഭാഗവും തമ്മിൽ ആണ് നമ്മൾ ജോയിൻ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ തേര് ഭാഗത്ത് നോക്കിയിട്ട് നമ്മൾ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് അരയിൽ അലാസ്റ്റിക് ഇട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പിള്ളേരുടെയാണല്ലോ, അപ്പോൾ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ഇടാനും ഊരാനും ഒക്കെ പാടുമായിരിക്കും. പിന്നെ അതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരിപ്പോയാൽ അതും പണിയായിരിക്കും. അപ്പോൾ അലാസ്റ്റിക് ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നെറ്റിൻ്റെ എല്ലാം നമ്മൾ കൂട്ടിയടിക്കൽ കഴിഞ്ഞ്. അപ്പോൾ ഇനി ഇത് സാറ്റിൻ ലൈനിങ് ആണ്. അതും കൂടി കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഫ്ലീറ്റ് ഇട്ടിട്ട് സാറ്റിനും ഞാൻ അതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ സാറ്റിനും ഫ്ലീറ്റ് ഇട്ട് നെറ്റും ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഒരു 2 ഇഞ്ച് വീതിയിൽ അലാസ്റ്റിക് ഇടാനുള്ള പീസും കൂടിയും കൊടുത്തിട്ട് അതിനകത്താണ് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇപ്പം ഞാൻ സാറ്റൻ ലൈനിങ്ങിലും ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി സാറ്റൻ ലൈനിങ് നമ്മൾ 3 പീസാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നെറ്റ് നമ്മൾ 6 പീസ് കൊടുത്ത് അതിൻ്റെ തന്നെ 3 പീസ് എടുത്ത് ആണ് സാറ്റൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈനിങ് അത്രയും മതി. എന്ന് വെച്ചാൽ നല്ല തിക്കിലാണ് ഇതിൻ്റെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കണത്. ഇപ്പോൾ ഇത് രണ്ടും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട്, അപ്പോൾ സാറ്റൻ ലൈനിങ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് അടിച്ചു കൊടുക്കാണ്ട. അപ്പോൾ രണ്ടും ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് ആദ്യം തന്നെ മനസ്സിലായില്ലേ, നെറ്റ് ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സാറ്റൻ ലൈനിങ്ങും ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ. ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ അലാസ്റ്റിക്കിനുള്ള പീസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ 2 ഇഞ്ചല്ല 4 ഇഞ്ച് വീതിയിൽ പീസ് എടുത്തിട്ട് ഞാനത് നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ച് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക്കാണ് ഞാനിതിന് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നല്ല ഭാഗത്തേക്ക് തന്നെ
മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിന് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ. 2 സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അലാസ്റ്റിക് ഇട്ട് പിള്ളേർ ഇട്ട് കഴിയുമ്പോൾ അത് വിട്ടു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെ ഇത് അതിൻ്റെ അരഭാഗം ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ ഇനി ഈ 2 ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരവണ്ണം 20 ഇഞ്ചാണ് തീർന്ന് അരവണ്ണം വരിക. അപ്പോൾ നമുക്ക് 20 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ടാണ് അരവണ്ണം നമ്മൾ മറ്റേയിൽ അടയാളപ്പെടുന്നത്. അപ്പോൾ അലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അരവണ്ണം എത്രയാണോ അതിൻ്റെ 3 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ. അപ്പോൾ 20 ഇഞ്ച് വരുമ്പോൾ നമുക്ക് 17 ഇഞ്ച് അലാസ്റ്റിക് എടുത്താൽ മതി. അപ്പോൾ 17 ഇഞ്ച് അലാസ്റ്റിക്കും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 17 ഇഞ്ച് അലാസ്റ്റിക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പൊക്കെ പോയി കഴിയുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. ദേ ഞാൻ അതിന് അലാസ്റ്റിക് ഇട്ട് അലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ 2 സ്റ്റിച്ചൊക്കെ കൊടുത്ത് ദേ ഇങ്ങനെയായിട്ടുണ്ട് നമ്മുടെ സ്കേർട്ട്. പിന്നെ ഇതിൻ്റെ അടി നെറ്റായതുകൊണ്ട് അടിക്കണമെന്നില്ല. പിന്നെ ചിലർക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. നെറ്റ് അടിഭാഗം അടിച്ചില്ല എന്നോർത്ത് കുഴപ്പമില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിടന്നോളൂ. നെറ്റിൻ്റെ ഫ്രോക്കും സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ അടിഭാഗം അടിച്ചില്ല എന്നോർത്ത് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.